എൻ്റെ അണ്ണൻ മക്കളെടുത്ത് പറഞ്ഞത്, മക്കളെ ഞാൻ ഇന്ന ദിവസം മരിക്കും, ആരെടുത്തും പറയരുത്, ഇന്ന ഇന്ന കർമ്മങ്ങൾ എനിക്ക് വേണ്ടി നീ ചെയ്യണം. ഈ ഗോസ്വാമി പോറ്റി പൂജ പഠിച്ചിട്ടില്ല, പഠിക്കാതെയാണ് അമ്പലം വെച്ചിട്ടുള്ളത്. എൻ്റെ അണ്ണനെ ആളുകൾ പറഞ്ഞ് കൊന്നു കുഴിച്ചു മൂടിയെന്ന് പറഞ്ഞ് 2 മക്കളും കൂടി ചേർന്ന് കൊന്നു കുഴിച്ചു മൂടി. ഒരാൾ പറയണ് കൊന്ന് ഗുഹേരകത്ത് കുത്തിച്ചൊരുവി. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത. ഈ വിഷയത്തിൽ അയൽവാസികളായ ചില ആളുകൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കേസ് നടക്കുകയും പോലീസ് അന്വേഷണം നടക്കുകയും ഇതുമായി ബന്ധപ്പെട്ട മരണവുമായി ബന്ധപ്പെട്ട സമാധി കല്ലറ പൊളിച്ചതിന് ശേഷം വീണ്ടും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ മരണത്തിൽ ദുരൂഹതയില്ല എന്ന് ഉറപ്പുവരുത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് കുടുംബം ഇത് വലിയ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മഹാസമാധി ആചരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ വിഷയത്തിൽ കുടുംബത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട വാർത്ത 24 പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വിവാദങ്ങളൊക്കെ വന്നപ്പോൾ അമ്മയ്ക്ക് എന്തോ തോന്നി? ഞാൻ പറയാനുള്ളതെല്ലാം മെനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അണ്ണനെ കുറിച്ച്, അണ്ണൻ്റെ നിസ്സഹായവും എൻ്റെ അണ്ണൻ ജീവിച്ചതും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അണ്ണൻ ഉറപ്പായിട്ടും സ്വാമി ആവുമെന്നുള്ളത് നമ്മളെടുത്ത് അനേകം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് അണ്ണന് ഇഷ്ടമാണെങ്കിൽ അണ്ണൻ അത് നടത്തണമെന്ന് ഞങ്ങളും വാക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായി സമാധി ആവണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അണ്ണൻ കൂടാരം കെട്ടിയിട്ടത്. ആശ്രമം അണ്ണൻ സ്വയം ഉണ്ടാക്കിയിട്ടതാണ്. അപ്പം എനിക്ക് മരണത്തിന് സമയമാകുമ്പോൾ ഞാൻ എൻ്റെ മക്കളടുത്ത് പറയും, ഞാൻ ഇന്നടുത്ത് പോയി ഇരിക്കും എന്നൊക്കെ എൻ്റെ അണ്ണൻ പറയുമെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് എൻ്റെ അണ്ണൻ പോയി ഇരുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എൻ്റെ അണ്ണൻ്റെ മക്കൾ ഒരു കാരണവശാലും എൻ്റെ അണ്ണനെ ഉപദ്രവിക്കില്ല, ഒരു ശാസനയില്ല, ഒന്നുമേ ഇല്ല. അവർ കൂട്ടുകാര പോലെയാണ് അച്ഛനും മക്കളും ഈ ഭാര്യയുമായിട്ട് ജീവിച്ചത്. കാരണം പുറത്തുനിന്ന് വരുമ്പോൾ ഉള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർ തങ്ങളിൽ നേരിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മക്കളെ ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് തിരുത്തി കൊടുത്ത് ജീവിക്കുന്ന കുടുംബമാണ് ഈ 4 പേരടങ്ങുന്ന ഒരു കുടുംബം. എന്നിട്ട് എൻ്റെ അണ്ണൻ ചുമട്ട് തൊഴിലാളിയാണ്. എൻ്റെ അണ്ണൻ പച്ചക്കറി ഉപയോഗിച്ച് ജീവിക്കുന്ന ഈ കുടുംബം ശിവക്ഷേത്രമായി ഈ പത്തം തുടങ്ങിയിട്ട് തന്നെ പച്ചക്കറി ഉപയോഗം മാറ്റിയിട്ട് മത്സ്യം, മാംസം, ഇറച്ചി ഇതൊന്നും ഇല്ലാതെ ഇരുന്ന് ആണ് അവർ പച്ചക്കറിയിലോട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അണ്ണൻ എല്ലാ ചന്തയിലും ആൾക്കാരും മലക്കറി എടുക്കും. അവർ കിഴക്കന്മാർ വഴക്കും പറയും. എൻ്റെ അണ്ണൻ അത് സത്യസന്ധതയിൽ വാരി പിടിക്കില്ല. എനിക്ക് 2 മലക്കറി തരണം, എൻ്റെ മക്കൾക്കാണെന്ന് പറഞ്ഞ് ചുമട്ട് തൊഴിലാളികൾക്ക് എടുക്കാം. അവൻ എടുക്കൂല, അവരെടുത്ത് ചോദിച്ച് വാങ്ങണതാണ്. അപ്പോൾ അത്ര സത്യസന്ധതയിൽ ജീവിച്ചതാണ് എൻ്റെ അണ്ണനും മക്കളും. അപ്പോൾ എൻ്റെ അണ്ണന് ഒരു ആവശ്യത്തിന് എൻ്റെ മക്കൾ ഉപകരിക്കും. ആ ഒരു വാക്കിലാണ് എൻ്റെ അണ്ണൻ മക്കളെടുത്ത് പറഞ്ഞത്, മക്കളെ ഞാൻ ഇന്ന ദിവസം മരിക്കും, ആരെടുത്തും പറയരുത്, ഇന്ന ഇന്ന കർമ്മങ്ങൾ എനിക്ക് വേണ്ടി നീ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അച്ഛൻ ആത്മാർത്ഥതയായി ഉയിര് പോകാൻ സമയമായപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങളടുത്ത് പറഞ്ഞ വാക്കാണ് കൃത്യമായി അവിടെ ചെയ്തത്. അപ്പോൾ എൻ്റെ അണ്ണനും ചിന്തിച്ചില്ല, ആരും അറിയാതെ എന്നെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ പുറത്ത് ആൾക്കാർ കാണുമല്ലോ, അപ്പോഴും നിങ്ങൾക്ക് പ്രശ്നമാവുമെങ്കിലോ എന്ന് പോലും അവർ ചിന്തിച്ചില്ല. അതൊന്നും ചിന്തിച്ചില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായി എൻ്റെ 2 മക്കളും എൻ്റെ അണ്ണൻ്റെ 2 മക്കളും അംഗീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സത്യമാണ്. എന്നിട്ട് ഇതെല്ലാം ചെയ്തെങ്കിലും പോഷർ ഒട്ടിച്ചപ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞത്. അപ്പോൾ അവർ അറിഞ്ഞും കൊണ്ട് ഇഴവിന് വരുമ്പം പ്രേതമില്ല, ബോഡിയില്ല. അപ്പം എന്ത് ചെയ്തെന്ന് ആർക്കായാലും സംശയം തോന്നും. ആ ഒരു സംശയമാണ് ഇന്ന് അണ്ണനെ ഈ നിലയിലെത്തിച്ചത്. അപ്പം ലോകമെമ്പാടും അണ്ണൻ്റെ ഹൃദയം നല്ലതായതുകൊണ്ട് ശിവഭക്തനായെന്നുള്ള അറിവിലാണ് എൻ്റെ അണ്ണനെ വീണ്ടും പുറലോകം അറിയിക്കാൻ ഈ അറബിക്കടലും കടന്ന് അന്യരാജ്യത്ത് മൈക്കിലൂടെ സംസാരിച്ച്
എല്ലാവരും അറിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ. എൻ്റെ അണ്ണൻ്റെ മക്കളെ ഈ തരത്തിൽ ആൾക്കാർ പറഞ്ഞെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായ വിഷമമുണ്ട്. എൻ്റെ അണ്ണൻ്റെ 2 മക്കൾ ഒരു വഴക്കിനോ ഒരു ചണ്ടയ്ക്കോ ഒരു ലഹളയ്ക്കോ ഒരു അടിക്കോ ഇന്ന് വരെ ഒരു പോലീസ് കേസ് എൻ്റെ മക്കൾക്കുണ്ടായിട്ടില്ല. അപ്പം എന്തുകൊണ്ട്? അവർ ഐക്യമായ കുടുംബത്തിൽ ജീവിച്ചത് കൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവർ തെറ്റിപ്പോവില്ലേ? അവർ വഴി തെറ്റിപ്പോവും. എൻ്റെ അണ്ണന് 3 മക്കളുണ്ട്. ഒരാൾ മരിച്ചുപോയി, മൂത്താൾ മരിച്ചുപോയി. ഇപ്പം 2 മക്കളുണ്ട്. അതിൻ്റേതായ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. ഇപ്പോഴത്തെ മൂത്ത മോന വർഷാപ്പിൽ പണിയാണ്. കാരണം കാറ് കൂട്ടർ ഇതൊക്കെ നന്നാക്കണ ജോലിയാണ്. എൻ്റെ ഇളയ മോനാണെന്നുണ്ടെങ്കിൽ അവൻ കേന്ദ്ര സ്വന്തമായിട്ട് കടയിട്ട് അവിടെയാണ് മിസ്സിങ് കേന്ദ്ര നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്പലം പണിയാൻ തുടങ്ങിയത്. ഈ അമ്പലം പണിയാൻ തുടങ്ങിയതിന് ശേഷം ഈ ജോലിക്കുള്ള രീതിയിലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ആ പ്രവർത്തനം ഇല്ല. കേന്ദ്രമൊന്നും നന്നാക്കണതൊന്നും പറ്റില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടി നടന്നിട്ടാണ് പിന്നെ എൻ്റെ ഭർത്താവാണ് ഈ അമ്പലം പണിതത്. എൻ്റെ ഭർത്താവ് ഒരു ശില്പിയുടെ ഭാര്യയാണ് ഞാൻ കേട്ടാ. എനിക്ക് പിന്നെ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. എൻ്റെ ഭർത്താവ് പണിത ക്ഷേത്രമാണ് എല്ലാം പൂർത്തീകരിച്ചത്. എന്നിട്ട് പിന്നീടാണ് ഈ രാജൻ എന്ന് പറഞ്ഞ ഇളയമോയി ഇവള് പറഞ്ഞതുപോലെ പൂജ പഠിച്ചതിന് ശേഷം അവൻ പുറത്ത് ജോലിക്കൊന്നും പോകാറില്ല. പുറത്ത് അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ പോകുമെന്ന് എൻ്റെ മതിനി പറഞ്ഞ് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ വരക്കയില്ല. എൻ്റെ ഭർത്താവ് 5 കൊല്ലം സുഖമില്ലാതെ കിടന്ന് മരിച്ചുപോയി. ആ മരണത്തിൻ്റെ കാരണം കൊണ്ട് എനിക്ക് വരാനോ പോകാനോ ഒന്നും പറ്റില്ല. എനിക്കൊരു മോളുണ്ട്, അവൾക്ക് 2 മക്കളുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അണ്ണൻ ഇത് വന്നതിൽ എനിക്കും വിഷമമുണ്ടായിരുന്നു. ദുഃഖം തോന്നി, ഒരുപാട് ദുഃഖം തോന്നി. എൻ്റെ അണ്ണൻ്റെ ആഗ്രഹം നിറവേറിയില്ലല്ലോ എന്നുള്ള ഒരു മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. TV കണ്ടോണ്ടിരിക്കണു, ഞാൻ പൊട്ടി കരയണം. എൻ്റെ അണ്ണൻ്റെ ആത്മാവ് സ്വർഗത്ത് പോകുമോ ഭഗവാനെ? എൻ്റെ അണ്ണൻ പറഞ്ഞതുപോലെ എൻ്റെ അണ്ണൻ്റെ മക്കൾ അനുസരിച്ചു. ആ വാക്കിന് പ്രസിദ്ധമില്ലാതെ പോയല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും കരഞ്ഞു. ഇപ്പൊ ഈ വാർത്ത എൻ്റെ പിള്ള വിളിച്ച് പറഞ്ഞ അമ്മ TV ഇടിയമ്മ, മാമൻ്റെ ശുഭകരമായ കാര്യം കേൾക്കാം, TV ഇടിയമ്മ എന്ന് പറഞ്ഞു. ഞാൻ TV ഇട്ടപ്പോൾ എൻ്റെ അണ്ണൻ്റെ നിസ്സഹായമായ കാര്യം കേട്ടപ്പോൾ ഞാൻ ദൈവത്തോട് വിളിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട്, ദൈവമേ, ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ടപ്പാ എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ ഒരുപാട് സന്തോഷിച്ച്. എൻ്റെ പിള്ളയും ഞാനും അതിൽ ഇനി എന്തരാണ് പറയാനിരിക്കുന്നത്? ലോകമെമ്പാടും എൻ്റെ അണ്ണൻ്റെ സമാധിയായ രംഗങ്ങൾ ലോകമെമ്പാടും അറിഞ്ഞില്ലേ? ഇനി ഇതിൽ കൂടുതൽ എന്ത്? ഞങ്ങൾക്ക് സന്തോഷമായി, ഒന്നും പറയാനില്ല. ഇനി സന്തോഷം. എൻ്റെ അണ്ണനും ഭാര്യയും കുടുംബവും എല്ലാം നല്ല ആളുകൾ, ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്കിന്നിതേ പറയാനുള്ളൂ. ഞങ്ങൾക്കൊരു പരാതിയില്ല. ഭഗവാൻ അത് നടത്തേണ്, ഞാനല്ല, കൈലാസാണ് മഹാവിഷൻ നടത്തേണ്. ഈ പരാതികളൊക്കെ കൊടുത്തപ്പോ അമ്മയ്ക്ക് എന്ത് പറയാം? നമ്മൾ സത്യത്തില് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഭഗവാനുമായിട്ട് നമ്മൾ ഓം നമഃശിവായ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ആ മഹാദേവൻ എന്താണ് ഇവിടെ നടത്തുന്നത് അത് നമുക്ക് സന്തോഷം തന്നെ, അല്ല നമുക്കൊന്നും പറയാനില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് നമഃശിവ മാത്രമേ പറയാനറിയാവൂ. സ്വാമിജി എത്ര നാളായി ഇവിടെ പൂജ നടത്തുന്നത്? ഞാൻ പ്രതി ഈ സമാധിയായ ഗോപസ്വാമി 25 വർഷത്തിന് മുമ്പ്, 25 എന്നെ കല്യാണം കഴിക്കുമ്പോൾ 50 കൊല്ലത്തിന് മുമ്പേ സമാധിക്കുള്ള യോഗ ആണ് ഈ മരുത്തുമല, ഈ തമിഴ്, ഇങ്ങനെ ഓരോ സമാധി ആശ്രമങ്ങളിൽ പോകും, വരികയൊക്കെ ചെയ്യും. പിന്നെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് 3 മക്കളുള്ളതുകൊണ്ട് നമ്മൾ കുടുംബമായിട്ട് പോകണമെങ്കിലും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടി പറയും. അതുകൊണ്ട് അവരോട് ഞാൻ യോജിക്കും. എന്നെ സുചീന്ദ്രൻ, ഈ തമിഴ്, ഇങ്ങനെ കോമ്പെ ആശ്രമം, ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ധ്യാനത്തിനൊക്കെ പോവും. കോമ്പെ ആശ്രമം ഒരു ആശ്രമമുണ്ട് നമുക്ക്. അത് ഈത്താവഴി കോമ്പെ ആശ്രമമാണ് ഈ ആശ്രമത്തിൽ പേരിട്ട് വെച്ചിട്ടുള്ളൂ. അല്ലാതെ ഗോപസ്വാമി എന്ന് പറഞ്ഞിട്ടില്ല. ഇതിപ്പം നമ്മൾ അമ്പലം വെച്ചത് കൊണ്ട് ശിവക്ഷേത്രം, അതായത് ആ ശിവക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും ഈ ഗോപസ്വാമി പൂജ പഠിച്ചിട്ടില്ല. പഠിക്കാതെയാണ്
അമ്പലം വെച്ചിട്ടുള്ളത്. അപ്പം അമ്പല പൂജയ്ക്ക് പ്രത്യേകം മോനെ പഠിപ്പിച്ച് ഇവിടെ ഈ മോൻ്റെ ഗുരു മറ്റും ഞാൻ മറന്നുപോയി, പൂജ പഠിപ്പിച്ച മോൻ്റെ അടിക്കാട്ട പറയും. മോൻ അങ്ങനെ പൂജാവിധിയായിട്ടാണ് പൂജ നടത്തുന്നത് ക്ഷേത്രമായിട്ട്. അപ്പം ഈ സമാധിയുടെ കാര്യങ്ങളെല്ലാം മോനും അച്ഛനുമായിട്ടാണ് പറയുന്നുള്ളൂ. നമ്മൾ മറ്റേ എല്ലാം അറിയാമെങ്കിലും സമാധിയുടെ എല്ലാ ചടങ്ങുകളും മോനാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം തിരുവനന്തപുരത്ത് മോൻ്റെ ഞാൻ എനിക്കറിയാം, മഹേശ്വരി നമ്പരിയാണ് മോൻ്റെ ഗുരു. അച്ഛനാണ് ആദ്യത്തെ ഗുരു മോന്, അത് ഗോപസ്വാമി പൂജ പഠിപ്പിച്ചത്. അപ്പം അതുമായിട്ട് ബന്ധമുണ്ട്. അച്ഛൻ്റെ കുറേ ഈ ദൈവീകമുള്ള കാര്യങ്ങളൊക്കെ മോന് കുറേ അറിവ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 2 മക്കൾ ഇനി ഉണ്ടെങ്കിലും ഈ മൂത്ത മോൻ പിന്നെ മധുരി കമ്പനിയിലെ ജോലി ഉള്ളത് കൊണ്ട് അവന് സമയമില്ല കൂടുതൽ, എന്നാലും അവനും ധ്യാനത്തിന് ഇരിക്കും. ഈ ധ്യാനത്തിന് സമയമുള്ളപ്പോൾ അച്ഛനും സഹോദരങ്ങളും പിന്നെ ഞാൻ അത് എനിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ, നിങ്ങളുടെ ബന്ധുക്കൾ ആരുമല്ല ഈ പരാതി കൊടുത്ത്? ഈ അയൽവാസിയായ ഒരാളാണ് പരാതി കൊടുത്തത്. അതെ ബന്ധുക്കളതാ. ഇപ്പൊ എന്റെ ഭർത്താവിന്റെ സഹോദരി ഇതായിരിക്കണം, ഇവർക്കൊന്നും പരാതിയില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇതാണ്ട ഇതും എന്റെ പരാതി. പിന്നെ അയൽവാസികളായ അതെന്തുകൊണ്ടാ കൊടുത്തത്? എങ്ങനെ അവര് വീട്ടില് ഈ അമ്പലമായിട്ട് ചേർന്നില്ല ക്ഷേത്രം വെച്ചതിന്റെ, അപ്പൊ അതിനെ അവർക്ക് ഈ വരുന്ന നിങ്ങൾ വരുന്ന റോഡ് മുറിച്ച് അവിടെ നിന്ന് അമ്പല വഴി വേണമെന്ന് അവർക്ക് ആവശ്യപ്പെട്ടു. അപ്പൊ നമുക്ക് ഒരു മതില് ക്ഷേത്രത്തിനായുള്ളൂ, 2ാമത്തെ മതിലിന്റെ വഴിയാണ് അവർ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അവർക്ക് ചെറുതായിട്ട് കാണും, അല്ലെങ്കിൽ അവരിങ്ങനെ പരാതി കൊടുക്കൂലല്ലോ. പിന്നെ നിങ്ങൾ വരുന്ന വഴിക്ക് കാണുന്ന ഒരു കാവ് ഈ അമ്പലത്തിലുള്ള കാവാണ്, അത് റെസ്റ്റാണ്. നിങ്ങൾ കൂടുതൽ അന്വേഷിക്കാം, നമുക്ക് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും എനിക്ക് അറിയാന്നുള്ളത് 10-25 വർഷത്തെ യാഥാർത്ഥ്യം ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അറിയാം. അപ്പോൾ എന്തായാലും ഈ ഒരു നല്ലൊരു പരിസമാപ്തി ഉണ്ടായത് സന്തോഷവതിയാണ്. സന്തോഷമെന്ന് പരാതി കൊടുത്തില്ലേ, അവര് പരാതി കൊടുത്തോണ്ടാണ് ഇത്രയും വികസനം വന്നെന്ന് എനിക്ക് സന്തോഷമുണ്ട്. അറിയാൻ തുടങ്ങി, അതുകൊണ്ടൊരു സന്തോഷവും സമാധാനവും. അല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ആരും അല്ലല്ലോ. നമുക്ക് ഓം നമഃ ശിവായ എന്താന്ന് മാത്രമേ അറിയാവൂ, മനസ്സിലാകും. ഓം നമഃ ശിവായ അറിയാന്നുള്ളവരുടെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട, അത് ഭഗവാനുമായിട്ട് അവർ ലയിച്ചോളൂ. അമ്മ എന്തുണ്ട് ഗോപസ്വാമിയെ പറ്റി എന്ത് പറയാനുള്ളത്? സമാധി തന്നെയോ അല്ലെന്ന് സമാധിയായിട്ട് പോയതിൽ സന്തോഷം തന്നെ. പിന്നെ അനീതി ചെയ്തു ആൾക്കാർ, അത് നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങോട്ട് കുഴപ്പമില്ല. അവൻ ദൈവഭക്തനാണ്, അവൻ്റെ ശരീരമല്ലേ, അവൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലും. അത് ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾക്കൊരു പരാതിയും ഞങ്ങൾക്കൊരു പരാതിയില്ല. ഞങ്ങൾ 2 സഹോദരങ്ങളെ, ഞങ്ങൾക്കൊരു പരാതി പറയാനുള്ള. ഈ ക്രിസ്ത്യാനിയൊക്കെ ഹിന്ദുവായിട്ട് ഞാൻ ഹിന്ദു ആയിരുന്ന ആളാണ്, ഹിന്ദു ആയിരുന്നു. പിന്നെ ഞാൻ ഹിന്ദു ആയിരുന്നു, ഞാൻ ശിവഭക്തനിൽ നല്ല ആദിത്യ നമസ്കാരവും എല്ലാം ചെയ്തവളായിരുന്നു. എന്നെ ഒരു ക്രിസ്ത്യാനിയായ ഒരു ഭർത്താവ് കല്യാണം കഴിച്ചത് കൊണ്ട് ഞാൻ പിന്നെ ഹിന്ദു മതത്തിലേക്ക് പോയില്ല. ഇന്ന് വരെ പോയിട്ടില്ല. അങ്ങനെ ഞാൻ ജീവിച്ച സഹോദരിയാണ്. ഒരു സംഭവമാണ് പൂവ്. അതായത് ഇത് ആകാശ തത്വമാണ്. പുഷ്പവൃഷ്ടി നടത്തുന്ന ആകാശത്തിൽ നിന്ന്, അതാണ് ആകാശ തത്വം. സദാശിവ ബീജമാണ്. നമ്മൾ ആദ്യ സമാധി ഇതെല്ലാം ചെയ്തിട്ടാണ് ചേട്ടായിരുത്തി ഈ സംഭവം കർമ്മങ്ങളെല്ലാം ചെയ്തായിരുന്നത്. അല്ല, ഇതൊന്നും ഭാര്യ അതിനകത്ത് ഇടാൻ പാടില്ല, കഴിയുമ്പോ കഴിവുന്ന സാധനങ്ങൾ ഇടാൻ പാടില്ല. അതിനകത്തില്ല, അത് ഭസ്മവും കാര്യങ്ങളും അല്ലാതെ നമ്മൾ ചെയ്തതായിരുന്നു. അപ്പൊ ഈ കോടതി വിധിയിൽ നിങ്ങൾ സംതൃപ്തരാണ്? എന്തായാലും നിരപരാധം തെളിയിച്ചു. ചേട്ടാ, ഇപ്പൊ ഒന്നും നമുക്ക് ഇതെല്ലാം സ്വാമിമാര് വന്നിട്ടുണ്ട്, അതെല്ലാം അതിന്റെ രീതിയിൽ നടക്കും. ഈ പുഷ്പവൃഷ്ടി അതിനെപ്പറ്റി പുഷ്പവൃഷ്ടിയെപ്പെടുന്നു ചേട്ടൻ പറഞ്ഞല്ലോ. ഇല്ല, എല്ലാം ആ ശിവൻ തന്നെ എന്നുള്ള സത്യമാണ്. പുഷ്പം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏകദേശം എത്ര മണിക്കൂർ ചടങ്ങ് നടക്കുമെന്നായിരുന്നു? അതോ സ്വാമിമാർ വന്നിട്ടേ ഉള്ളൂ? സ്വാമിമാർ വന്നിട്ടേ ഉള്ളൂ. എല്ലാ ചടങ്ങും
സ്വാമിമാര് ചെങ്കൽ സ്വാമി ഉണ്ട്.